വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കുമ്പോഴും ഒപ്പം നിന്നതിന് നന്ദി. സമരം തുടരുമെന്നുള്ളതാണ് CJPയുടെ പ്രതികരണം. നോബിൾ മാരിക്കാരൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബിൾ, അസാധാരണമായ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്നലെ എല്ലാം ഉണ്ടായത്. മിന്നൽ സമരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. തെരുവിലാണ് CJP പ്രവർത്തകരും. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുക പാർലമെന്റ് പരിസരത്തും ഈ തന്ത്രപ്രധാനമായ മേഖലകളിലും എന്നൊരു നയം ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? മാധു, അതീവ സുരക്ഷിത തന്നെയാണ് ദില്ലി ഇന്നും ഉള്ളത്. കാരണം പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയും പലയിടത്തും പ്രതിഷേധങ്ങളും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അപ്രതീക്ഷിത നീക്കം ഇന്നലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഗാന്ധി സ്മൃതിയിലേക്ക് ഒരു യാത്രയായി ഉണ്ടാവുകയും ചെയ്തു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷ എല്ലായിടത്തും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നും 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്റർനെറ്റ് നിരോധനം ജന്തർ മന്ദിറിന് ചുറ്റും അതോടൊപ്പം തന്നെ ഏറെക്കുറെ 2 കിലോമീറ്റർ ചുറ്റുള്ളവരൊക്കെ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇന്നും പ്രതിഷേധങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 12:30 നടക്കുന്ന ഈ പ്രധാനപ്പെട്ട യോഗമാണ്. ആ യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി പ്രതിഷേധങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ശക്തമായി, അതായത് ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന വിഷയത്തിൽ ഇപ്പോഴും CJP ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലെങ്കിൽ തീർച്ചയായും വലിയ തരത്തിൽ പ്രതിഷേധം വ്യാപിക്കാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളാണ് വരാനുള്ളത്. പ്രവൃത്തി ദിവസങ്ങളല്ല, അവധി ദിവസങ്ങളാണ്. സ്വാഭാവികമായും ഈ അവധി ദിവസങ്ങളിലാണ് ഏറ്റവും അധികം പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറാറും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ള അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ചർച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഒപ്പം പാർലമെന്റ് പുറത്ത് എംപിമാരുടെ പ്രതിഷേധം ഇന്നിപ്പോൾ നടക്കും. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടമായ മഗർദ്വാറിലെത്തി പ്രതിഷേധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും പുറത്ത്, അതായത് ദില്ലിയുടെ പല പ്രധാനപ്പെട്ട ഇടങ്ങളിലും വലിയ പ്രതിഷേധ സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് നേരിയ അയവ് ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ചർച്ച പരാജയപ്പെട്ടാൽ വീണ്ടും പ്രതിഷേധം ആളിക്കത്തും. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്നലെ വൈകി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, പ്രതിപക്ഷ എംപിമാർ നടത്തിയ ആ മാർച്ചാണ് പ്രത്യേകിച്ച് രാത്രി ഏറെ വൈകി പ്രധാനമന്ത്രിയെ കൊണ്ട് ഒരു വീഡിയോ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. നമുക്കറിയാം, നമ്മൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു 12 വർഷക്കാലത്തെ ഒരുപാട് വീഡിയോകൾ പുറത്തു വരുന്ന അദ്ദേഹം സംസ്ഥാനിക്കുന്ന, അതോടൊപ്പം തന്നെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നില്ല ഇന്നലെ വന്നത്. പ്രത്യേകിച്ച് ഒരു മുന്നിൽ മൊബൈൽ വെച്ചുകൊണ്ട് ഒട്ടും പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുത്തൊരു വീഡിയോ, സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ക്ലാസ് വീഡിയോകളായിരിക്കും എപ്പോഴും വരാറുള്ളത് എന്ന് നമ്മൾ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന രീതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു രീതിയിലേ അല്ല ഇന്നലത്തെ വീഡിയോ വന്നതൊക്കെ ഈ ഒരു സാഹചര്യം വ്യക്തമാക്കുന്നത്. അതായത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിർണായകമായ നീക്കങ്ങൾ, ചർച്ച നീക്കങ്ങൾ, സോനം വാങ്ചുകിന് നിരാഹാരം അവസാനിപ്പിച്ച നടപടിയൊക്കെ എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും പ്രതിഷേധം കനക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി എന്ന വിഷയത്തിൽ നിന്ന് കോൺഗ്രസ് ജനതാ പാർട്ടി ഈ ചർച്ചയിൽ പിന്നോട്ട് പോയെങ്കിൽ ഒരുപക്ഷേ പ്രതിഷേധത്തിൽ ആയി വന്നേക്കാം. അതല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകും. കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾ മാറും.